ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ കാണുന്നത് ദീപക്കിന് ആദരാഞ്ജലി എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആരാണ് ഈ ദീപക്? അപ്പോൾ ഈ ബസ്സിൽ പോയപ്പോൾ ഒരു സ്ത്രീയാൽ അതിക്രമിക്കപ്പെട്ട ഒരു പുരുഷനാണ് ഈ ദീപക്. ഞാൻ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ ക്യാപ്ഷൻ വരാനുള്ളത്. ഒരു സ്ത്രീയാൽ അതിക്രമിക്കപ്പെട്ട ഒരാളാണ് ദീപക്. അപ്പോൾ അയാൾക്ക് ഒത്തിരി വിഷമമുള്ളത് കൊണ്ടാണ് അയാളുടെ ജീവൻ തന്നെ കളഞ്ഞത്. ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ സ്ത്രീ, അവളെ സ്ത്രീ എന്ന് വിളിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മളുടെ ഒരു മാന്യത കൊണ്ട് അവളെ അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ അവളാണ് അങ്ങോട്ട് ചെന്ന് ശരീരം കൊണ്ട് അയാളെ മുട്ടുന്നത്. ആ മുമ്പിൽ നിൽക്കുന്ന ആ ദീപക് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവളെ ശ്രദ്ധിക്കുന്നത് കൂടിയില്ല. ആ വീഡിയോയിൽ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവളാണത് മനഃപൂർവ്വം ചെന്ന് ഒരു പ്രാവശ്യം തട്ടി, 2 പ്രാവശ്യം തട്ടി. എന്നിട്ട് ഇവക്ക് ശരിയാവുന്നില്ല അങ്ങോട്ട്. എന്നിട്ടാണ് പിന്നെ ക്യാമറയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് വൈറലാവാമെന്ന് വിചാരിച്ചത് ആ ചേച്ചി. പക്ഷെ എന്ത് ചെയ്യാം, ചേച്ചി ഇപ്പോൾ എയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവക്കും ഒരിക്കലും ഒരു കാലത്തും സ്വസ്ഥത കിട്ടരുത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, എൻ്റെ ജീവൻ പൊലിഞ്ഞു, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു എന്നാണ് പറയുന്നത്. വിശദമായിട്ട് ഒന്നും അറിയില്ല. ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ ഉടനീളം ഇപ്പോൾ അതാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? അപ്പം ഇതിന് സമാനമായിട്ടുള്ളൊരു സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. പക്ഷെ അത് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ പോയി. അപ്പോൾ ഈ ചേച്ചിമാർ ഈ വൈറലാവാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? വൈറലാവാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരാളുടെ ജീവനെ വെച്ചിട്ടാണോ, ജീവിതം വെച്ചിട്ടാണോ വൈറലാവാനുള്ളത്? അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. പക്ഷേ എത്ര ചെയ്തിട്ട് കലിപ്പ് അങ്ങോട്ട് തീരണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇന്ന് ഞാനിപ്പം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം വരുന്നത് ഈ ഒരു വാർത്തയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ദേഷ്യം എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണമല്ലോ. അങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണേ. അപ്പോൾ ഈ സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ തുനിഞ്ഞിറങ്ങി നടക്കുന്നത്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴല്ലേ പ്രതികരിക്കാനുള്ളത്. വെറുതെ എന്തിനാണ് ഒരാളുടെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കുന്നത്? ഇത് അവക്കൊരു ഒരു രസം അല്ലേ? എന്താ പറയുക അതിന്? വേറെ പല പേരുകളും ഉണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇനിയിപ്പം പുരുഷന്മാർക്ക് ആർക്കും ബസ്സിൽ പോകാൻ തന്നെ പേടിയാണ്. സത്യം. ഒന്ന് ശരീരത്തൊന്നും തട്ടിപ്പോയാലോ, ബ്രേക്ക് പിടിക്കുമ്പോൾ ഒന്ന് ആഞ്ഞു പോയാലോ ഒക്കെ ശരീരത്തൊന്നും തട്ടിപ്പോയാൽ തീർന്നില്ലേ? വൈറലായില്ലേ? ചേട്ടന് വൈറലായില്ലേ? പിന്നെ ചേട്ടൻ പിന്നെ ചാവേണ്ടി വരും. അപ്പോൾ അതൊക്കെ പേടിച്ച് ഇനിയിപ്പോൾ എല്ലാവരും കാറും ബൈക്കും ഒക്കെ വാങ്ങിച്ചാലേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ. ശരി, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.